മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് ഞാൻ ചെയ്യുന്ന കൃഷി എന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം, ഇത് സീതപ്പഴമാണ്. സീതപ്പഴം വളരെ സ്വാദിഷ്ടവും ഒട്ടനവധി പോഷക ഗുണങ്ങളുമായ സീതപ്പഴത്തിൻ്റെ ഒരു വൃക്ഷമാണ് ഈ നിൽക്കുന്നത്. സീതപ്പഴം നമ്മൾ കണ്ടിട്ടുണ്ട്, ആത്ത അടവർഗത്തിൽപ്പെട്ട ഒരു പഴമാണ്. കാശ് കൊടുത്താൽ നമുക്ക് ഈ പഴങ്ങളെല്ലാം ഇന്ന് വിപണിയിൽ സുലഭമാണ്. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കുന്ന പല പഴങ്ങളും അത് യഥാർത്ഥത്തിൽ പൂർണ്ണമായും പാകപ്പെടുന്നതിന് മുമ്പ് പറിച്ചെടുത്ത് കൃത്രിമ മാർഗത്തിലൂടെ പഴിപ്പിച്ചെടുക്കുന്ന പഴങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പഴങ്ങൾ കഴിക്കുന്ന മൂലം ഗുണത്തേക്കാളേറെ ദോഷമാണ് നമുക്കുണ്ടാകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അല്പമെങ്കിലും പുരയിടം നമുക്കുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടാൻ സാധിക്കാത്ത സുലഭമല്ലാത്ത ഈ ഫലവൃക്ഷങ്ങൾ നമ്മളൊന്ന് വാങ്ങിച്ച് വെച്ച് പരിപാലിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് സ്വാദിഷ്ടമായ പഴങ്ങൾ അതിലൂടെ നമുക്ക് ലഭ്യമാകും. അല്പം സമയവും അതിനൊരു മനസ്സും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറ്റും. ഇതിൻ്റെ അരി ഇട്ട് നമുക്ക് തൈ ഉണ്ടാക്കി നടാം. അതല്ലെങ്കിൽ ഇത് കായ്ഫലമായി കഴിഞ്ഞാൽ, ഇതിപ്പം ഒരു വർഷമായ ഒരു തൈയാണ്. ഇത് കായ്ഫലമാവുന്നുണ്ടെങ്കിൽ ഇതേപോലെ കായ്ച്ച കമ്പുകൾ ലെയർ ചെയ്യാം. അതായത് കമ്പിൽ വേര് പിടിപ്പിച്ച് നമുക്ക് നട്ടാൽ ആ വർഷം തന്നെ നമുക്ക് ഫലം ലഭ്യമാകും. അപ്പോൾ ഈ ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ നടുന്നുണ്ടെങ്കിൽ ഇതിന് കൃത്യമായി വളപ്രയോഗം നടത്തണം. അതായത് മിനിമം 2 തവണ, വർഷത്തിൽ 2 തവണയെങ്കിലും നമ്മൾ വളം ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ വളം ഇട്ട് കൊടുക്കണം. പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷങ്ങളിൽ നമുക്ക് മുളക് കൂടി പിടിപ്പിക്കാം. മുളക് കൂടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ 2 ആദായം നമുക്ക് കിട്ടും. ആ മുളകിൽ നിന്ന്, കുരുമുളക് ചെടിയിൽ നിന്നുള്ള കുരുമുളക് പറിച്ചെടുക്കാം, ഒപ്പം ഇതിൻ്റെ പഴങ്ങളും നമുക്ക് കിട്ടും. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിൻ്റെ തൈകൾ എല്ലായിടവും ലഭ്യമാണ്, നേഴ്സറിയിൽ ലഭ്യമാണ്. അതല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഒരു പഴത്തിൻ്റെ അരിയിട്ട് നമുക്കിത് പഴത്തിൽ നിന്നും കിട്ടുന്ന അരിയിട്ട് നമുക്ക് കിളിർപ്പിച്ച് ഇങ്ങനെ നട്ടുപിടിപ്പിക്കാം. വളമൊക്കെ ചെയ്യാമെങ്കിൽ ഒരു 2-3 കൊല്ലത്തിനകത്ത് വെച്ച് ഇത് പഴം ഉണ്ടാകും, കായ്ഫലം ഉണ്ടായി തുടങ്ങും. അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ, അതായത് ഒരാൾക്ക് പരാജയം കൂടാതെ ചെയ്യാൻ പറ്റുന്ന വീഡിയോകൾ, ഏറ്റവും ചിലവ് കുറഞ്ഞ കൃഷി രീതികളടങ്ങിയ വീഡിയോകൾ, അപ്പോൾ ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ അതാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ മറ്റ് ഒക്കെ കാര്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ലഘുവായ കൃഷി രീതികൾ, ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാനും അങ്ങനെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സംതൃപ്തി നിലനിർത്താനും ഒക്കെ ഉതകുന്ന തരത്തിലുള്ള വീഡിയോകൾ സമാന ചിന്താഗതി ഉള്ളവരിലൊക്കെ എത്തിക്കേണ്ടത്, അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്, കർത്തവ്യമാണ്. അപ്പം അതുകൊണ്ട് ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്കിതിന് ഞാൻ എന്തൊക്കെയാണ് വളമിടുന്നത് നോക്കാം. ആദ്യം ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടു. ഇതിന് ചുവട് നന്നായി മണ്ണിളക്കി. ഇപ്പോൾ കാടാണ്, മഴയാണ്. ചുവട് നന്നായി മണ്ണിളക്കിയതിന് ശേഷം ഇത് ചാരമാണ്. ഈ ചാരം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. കാരണം വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നല്ല മഴയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ചുവട്ടിൽ തടമാക്കാനൊക്കത്തില്ല വെച്ചാൽ മണ്ണിടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്ത് വെള്ളത്തിനോടൊപ്പം തന്നെ പല പോഷക ഗുണങ്ങളും മണ്ണിൽ നിന്നും പോയി കാണും. അതുകൊണ്ട് തന്നെ ആ പോഷക ഗുണങ്ങൾ നിലനിർത്താൻ വേണ്ടിയാണ് വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ, ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടി എല്ലാത്തിനും ഇട്ട് കൊടുക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ വേരുകൾ വളരെ പ്രവർത്തനഹിതമാവാൻ, വളരെ പ്രവർത്തന സജ്ജമാകാൻ പറ്റിയ ഒരു വളമാണ് എല്ലുപൊടി. കാരണം പടലം ഏതൊരു വിളയുടെ ആയാലും വേര് പടലം ശക്തമായെങ്കിലേ അതിന് കായ്ഫലവും ആയുസ്സും ഒക്കെ ഉണ്ടാകത്തുള്ളൂ, ശക്തിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലുപൊടി നമ്മൾ വേരുപടലം ശക്തമാക്കാൻ വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് നമ്മുടെ ലഭ്യത അനുസരിച്ച് ആട്ടിൻ കാഷ്ടം, ചാണകം, പച്ചത്തോല്, അതുപോലെ കോഴിക്കാഷ്ടം, ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല മഴയുള്ള സമയങ്ങളിൽ വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ. അല്ലെ പിന്നെ നനച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ 2-3 വർഷത്തിനകത്ത് വെച്ച് ഇത് കായ്ക്കും. ഇതിപ്പോൾ 1 വർഷമാണ്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കും.
ഇത് ആവശ്യമില്ലാത്ത ശിഖരങ്ങളാണ്. ഇത് നമ്മൾ നീക്കം ചെയ്തു. ഇനിയും കുറച്ചുകൂടെ വലുപ്പമാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ടയും കൂടെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ശരിയായിക്കോളും. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ കുരുമുളക്, ഇത് പന്നിയൂർ വൺ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകാണ്. ഈ കുരുമുളക് കൂടെ പിടിപ്പിക്കുകയാണ്. പന്നിയൂർ വൺ എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ പ്രത്യേകത വെച്ചാൽ നിറയെ കായ്ക്കും, നല്ല തൂക്കമൊക്കെ ഉണ്ടാകും. പക്ഷേ നല്ല ചൂട് ഉണ്ടെങ്കിലേ ഇത് കായ്ക്കത്തുള്ളൂ. കാരണം ഇത് നമ്മൾ ശിഖരങ്ങളൊക്കെ കോതി നിർത്തുമായതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളും കോതി നിർത്തുവാം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഇഷ്ടം പോലെ ലഭിക്കും. അതുകൊണ്ട് ഇതുകൂടെ ഞാൻ നട്ടുപിടിപ്പിക്കുകയാണ്. കുരുമുളകിൻ്റെ വള്ളി എങ്ങനെയാണ് നടുന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നല്ലോ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ നന്ദി, നമസ്കാരം.